ഞങ്ങളുടെ ജുവാന വന്നിട്ടുണ്ട്. ജുവാനയ്ക്ക് കുറച്ച് കൊടുക്കട്ടെ കേട്ടോ. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ കിടുക്കാച്ചി വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല നമ്മുടെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. കൊഞ്ചിനെ നമ്മൾ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൊഞ്ച് റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുവാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ മേശപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ച്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുവാൻ പറ്റും. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആ സവോള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് തക്കാളിക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ ആയല്ലേ ആ തക്കാളിക്കയും കൂടെ അതിലോട്ട് വീണപ്പോൾ. നമ്മുടെ ഈ റോസ്റ്റുകളൊക്കെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ തക്കാളിക്ക ചേർക്കണം കേട്ടോ. അപ്പം അത് നല്ലൊരു പുളിയും ടേസ്റ്റും ഒക്കെയാണ്. നല്ല കൊഞ്ച് ഇതിലേക്ക് ചാടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമ്മളെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ മറക്കുകയും ചെയ്യരുത്. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മസാലയും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുക, ശേഷം കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറച്ച് വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായി നമുക്കതിലോട്ട് നമ്മുടെ കൊഞ്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കൊഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ കൊഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷേ ഇത് പൊളിച്ച് വരുമ്പോഴത്തേന് അത് ഒരു 1/4 കിലോ അടുപ്പിച്ചൊക്കെ കാണത്തുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ച് ചാറ് വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയാണ്. നമ്മൾ നേരത്തെ ഉപ്പിട്ടതോടാണ് പിന്നെ ഉപ്പിടാതിരുന്നത് കേട്ടോ. നമ്മുടെ സവോള നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്നപ്പം നമ്മളതിലേക്ക് ഉപ്പിട്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സ്വല്പം കുറവുണ്ട് ഉപ്പ്, അത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റിനൊക്കെ ഈ ഒരു കളർ വരണം, എന്നാലേ അതൊരു റോസ്റ്റിൻ്റേതായ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ കേട്ടോ. എരിയൊക്കെ കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്, അതുകൊണ്ടാണ് കൂടുതലിട്ടത്. ഇപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നല്ല പൊളിയായിട്ടുണ്ട്. എൻ്റെ മോനെ ഇടും പൊളി റോസ്റ്റാണ്. നല്ല മണമുണ്ട്, നല്ല കൊഞ്ചിൻ്റെ മണം അങ്ങോട്ട് അടിക്കുന്നുണ്ട്.
നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് റോസ്റ്റ് വയ്ക്കാൻ പറ്റും കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല ഈ റോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ആ തക്കാളിക്കൊക്കെ കൂടുതൽ ചേർത്തതിൻ്റെയാണ് ആ ഒരു കണ്ടോ ഗ്രേവിയൊക്കെ വന്നേക്കുന്നത്. നല്ല പൊളിയാണ്. അത് ഇനിയും കിടന്ന് എത്ര നേരം നമ്മുടെ അടുപ്പിൽ കിടന്ന് ഇതുപോലെ ചൂടാക്കുന്നോ അതനുസരിച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് സെറ്റാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇതേപോലെ തന്നെ വെച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങളുടെ ആ താഴെ കാണുന്ന ആ റെഡ് കളറിൽ വരുന്ന ആ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനപ്പുറത്ത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നമ്മളെ റോസ്റ്റൊക്കെ പൊളിയായി ഇരിക്കുകയാണ്. നമ്മുടെ കുറച്ച് കൊഞ്ചങ്ങോട്ട് ആ ഗ്രേവി കൂട്ടി ഇങ്ങനെ എടുക്കുക. ഇതുപോലെ എൻ്റെ മോനെ പുളിയാട്ടോ. ആ തക്കാളിക്കയുടെയൊക്കെ ആ പുളിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് ആ ഗ്രേവിയും കൂടെ ഇച്ചിരി എടുത്ത് ഇതേതുപോലെ ഇങ്ങനെ പൊളി. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലുള്ള കിടുക്കാച്ചി വ്യത്യസ്തമായ വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ലേ. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്. ഞങ്ങളുടെ ജുവാനക്കുട്ടി വന്ന് നിൽപ്പുണ്ട് കഴിക്കാൻ വേണ്ടി. കഴിച്ചു. ഞങ്ങളുടെ ജുവാന വന്നിട്ടുണ്ട് കേട്ടോ. ചൂടില്ല, ഇതിന് ചൂടില്ല. ഞങ്ങളുടെ ജുവാന വന്നിട്ടുണ്ട്. ജുവാനയ്ക്ക് കുറച്ച് കൊടുക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ എൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ചൂടാണോ? ഇതിൻ്റെ പേരെന്തോ? കൊഞ്ച് കഴിക്കാൻ പോവാണോ?